അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ അക്കാദമിയുടെ നെടുന്തൂണുകളായ സയ്യിദുമാരെ, ഉസ്താദുമാരെ, തൗഫീഖിയകളെ, സഹോദര സഹോദരിമാരെ, നിങ്ങളിവിടെ കേട്ടതുപോലെ വന്യരായ നമ്മുടെ മാർഗദർശി മുനവ്വർലി ശിഹാബ് തങ്ങളും സ്വാഗത ഭാഷണത്തിൽ മൊയ്നുദ്ദീൻ ബാക്കവിയും പറഞ്ഞതുപോലെ കൊറോണയുടെ സന്തതിയാണ് നമ്മുടെ OS. കൊറോണയിൽ എല്ലാവരും എല്ലാ നിലക്കും വീട്ടിലൊതുങ്ങേണ്ടി വന്ന സമയത്ത് രൂപീകരിക്കപ്പെട്ട ഒരു സംവിധാനമാണ് OS എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുമ്പും ധാരാളം വിപ്ലവങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കേരളത്തിലും തൊട്ടടുത്ത സംസ്ഥാനമാകുന്ന തമിഴ്നാട്ടിലും കോളറകൾ വളർന്നു പിടിച്ചപ്പോഴാണല്ലോ വന്യരായ നമ്മുടെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മങ്കൂസ് മൗലിദ് ക്രോഡീകരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കോളറ എന്ന പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ് ഇന്ന് ബിരുദം നേടിയിറങ്ങിയതായ തൗഫീഖുകളും തൗഫീഖിയകളും ഇതിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ചതായ മീസാൻ, അജ്നാസ് എന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ലബ്ബൽ ഖാഹിരി തങ്ങളുടെ അഭിമന്യരാകുന്ന പിതാവ് സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ ഖുതുബിയത്ത് എന്ന ആ മഹാ പദ്യം രചിക്കുന്നത്. അതും ഇതുപോലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഇനി നമ്മുടെ ഇന്ത്യ വിട്ടു കഴിഞ്ഞാൽ തന്നെ വൈജ്ഞാനിക മേഖലകളിലേക്ക് നോക്കിയാലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ധാരാളം അഇമ്മത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹനഫി മദ്ഹബിലെ ഏറ്റവും വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമാണ് മബ്സൂത്ത്. ശംസുൽ അയിമ്മത്തു സർഖസി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ ഭരണാധികാരി ഒരു പൊട്ടക്കിണറ്റിൽ തടവിലാക്കി, കിണറ്റിലിട്ടു ബഹുമാനപ്പെട്ടവരെ. ആ സമയത്ത് കിണറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി സങ്കടപ്പെടുന്ന കുഞ്ഞുങ്ങളോട്, തൻ്റെ കുട്ടികളോട്, ശിഷ്യന്മാരോട്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ എഴുതാനുള്ള സാധനങ്ങളുമായിട്ട് വരൂ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ കിണറ്റിലിരുന്നു കൊണ്ട് ആ കിണറ്റിലെ തടവറയിൽ നിന്നുകൊണ്ടാണ് ഈ വിശ്വപ്രസിദ്ധമായ മബ്സൂത്ത് എന്ന ഗ്രന്ഥം പറഞ്ഞു കൊടുക്കുന്നത്. ശിഷ്യന്മാർ മുകളിൽ നിന്ന് എഴുതിയെടുക്കുകയാണ്. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിപ്ലവങ്ങൾ വന്നതിനിക്ക്. ഇതുപോലെ ഈ അടുത്ത് വന്ന ലോകം ഒട്ടാകെ വ്യാപിച്ചതായ ഒരു പ്രതിസന്ധിയായിരുന്നു കൊറോണ. ആ കൊറോണയിലെ ഏറ്റവും പ്രസിദ്ധമായ ചരിത്രം തീർത്തതായ വലിയൊരു വിപ്ലവമാണ് നമ്മുടെ ഈ OS. ഈ OSയിൽ ബിരുദമെടുത്തിറങ്ങുന്ന തൗഫീഖികളോടും ബിരുദം സ്വീകരിക്കാനിരിക്കുന്ന, സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാനിരിക്കുന്ന തൗഫീഖിയകളോടും ഈ അവസരത്തിൽ പറയാനുള്ളത്, നിങ്ങളാണ് ഈ ഒരു സംവിധാനത്തെ നിലനിർത്തിയത്. നിങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അധ്യാപകന്മാർ, ഉസ്താദുമാർ വിദ്യാഭ്യാസം നൽകാനും വിദ്യ നുകർന്നു കൊടുക്കാനും തയ്യാറായിട്ടുണ്ട്. നിന്നാലും വിദ്യാർത്ഥികൾ തേടിപ്പഠിക്കാൻ പഠിതാക്കളെ ലഭ്യമായിട്ടില്ലെങ്കിൽ ഈ സംവിധാനം നിലനിൽക്കില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നിങ്ങൾ ഉസ്താദുമാർ നൽകുന്ന ക്ലാസ്സുകളും നിർദ്ദേശങ്ങളും അക്ഷരം പ്രതി പാലിച്ച് ഉസ്താദുമാരുടെ നിർദ്ദേശങ്ങൾക്കൊപ്പം തന്നെ വിടാതെ 5 വർഷം ഇതിൻ്റെ പിന്നിലൂടെ പരിശ്രമിച്ച് അൽഹംദുലില്ലാഹ് ഇതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ നൽകപ്പെട്ടത് അല്ലെങ്കിൽ നൽകപ്പെടാനിരിക്കുന്നതായ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വലിയ ആലിമുകളായി എന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ല. വലിയ പണ്ഡിതന്മാരായിട്ടുണ്ട്, വലിയ ആലിമത്തുകളും പണ്ഡിതകളുമായിട്ടുണ്ട് നിങ്ങൾ എന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം ഇൽമെന്നത് വളരെ വർഷത്തെ അധ്വാനത്തോടു കൂടെ നമ്മൾ നേടിയെടുക്കേണ്ട അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു നൂറാണ്. ആ മഹത്തായ നൂറ് നേടിയെടുക്കുന്നതിന് മുൻപ് ആവശ്യമായ അതിൻ്റെ ആലാത്തുകളും ഉപകരണങ്ങളും ആയുധങ്ങളുമാകുന്ന അറബി ഭാഷയുടെ വ്യാകരണങ്ങളും മറ്റും
അല്പം നേടിയെടുത്ത് ഇൽമ് നേടിയെടുക്കാനുള്ള ഒരു പക്വതയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന ഒരു സാക്ഷ്യപത്രമാണ്, ഉസ്താദുമാരുടെ അംഗീകാരം മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ്. ഇനി നിങ്ങൾക്ക് ഇൽമിലേക്ക് ഇറങ്ങാം. ഇതുവരെ ഇൽമ് പഠിച്ചിട്ടില്ല. നമുക്കറിയാമല്ലോ, ഇൽമെന്നത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് വിതരണം ചെയ്യുന്ന അവൻ്റെ നൂറാണ്. ഇത് വിതരണം ചെയ്യുന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്തും അതിന് നിയോഗിതരായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നബി തങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു തആല നിലനിർത്തിയതായ മുഅ്ജിസത്താവുന്ന വിശുദ്ധമായ ഖുർആനും മൂന്നിനെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൂറ് എന്ന വിശേഷം ഖുർആനിൽ കൊടുത്തത് കാണാം. അള്ളാഹു നൂറു സമാവാതി വൽ അർദ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശഭൂമികളുടെ നൂറാണ്. ആകാശഭൂമികളുടെ നൂറാകുന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശഭൂമികളെ പ്രകാശിപ്പിച്ചവനെന്നും തഫ്സീറുണ്ട്. ആകാശഭൂമികളുടെ നൂറാകുന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ നൂറാകുന്ന മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ജിബ്രീൽ മുഖേന കൈമാറിയതായ വിജ്ഞാനം. ആ നബി തങ്ങളെക്കുറിച്ചും അള്ളാഹു തആല ഖുർആനിൽ വിശേഷിപ്പിക്കുന്നത് ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ. നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് മഹത്തായ നൂറെന്ന തിരുനബി തങ്ങൾ വന്നിരിക്കുന്നു. ആ തിരുനബി തങ്ങളുടെ നുബുവത്തിൻ്റെയും റിസാലത്തിൻ്റെയും നേർ സാക്ഷ്യപത്രമായി നേർ മുഅ്ജിസത്തായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ലോകർക്ക് മുമ്പിൽ ഇറക്കി കൊടുത്തതാണല്ലോ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ വിശേഷിപ്പിക്കുന്നത് ഫആമിനൂ ബില്ലാഹി വറസൂലിഹി വന്നൂരില്ലദീ അൻസൽന. നമ്മൾ ഇറക്കിയതായ നൂറ് കൊണ്ടും നിങ്ങൾ വിശ്വസിക്കണം, ഖുർആൻ കൊണ്ട് വിശ്വസിക്കണം. അള്ളാഹുവിനിക്കും റസൂലിനിക്കും ഖുർആനിക്കും ഖുർആൻ നൽകുന്ന ഒരു മഹിതമായ നാമമാണ് നൂർ. ആ നൂറാണ് വിശുദ്ധമായ ഇൽമ്. അള്ളാഹുവിൻ്റെ നൂറാണ് വിശുദ്ധമായ ഇൽമ്. എന്താണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിനെയും ഖുർആനെയും നബി തങ്ങളെയും നമ്മൾ പകരാൻ തയ്യാറായി നിൽക്കുന്നതായ ഇൽമിനെയും നൂർ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം? എൻ്റെ ബിരുദധാരികളായ സഹോദരങ്ങളോടും സഹോദരികളോടും പ്രത്യേകം ഉണർത്താനുള്ളത്, അത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൂറ് എന്ന് അള്ളാഹുവിനെയും നബി തങ്ങളെയും ഖുർആനെയും വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതേ വിശേഷണം അള്ളാഹു തആല, ഇതേ പദം അള്ളാഹു തആല പ്രയോഗിക്കുന്നത് ചന്ദ്രനെ കുറിച്ചാണ്. ഹുവല്ലദീ ജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറ. ഖമറിനെ നമ്മൾ നൂറാക്കിയിട്ടുണ്ട്. ചന്ദ്രപ്രകാശത്തെയാണ് അള്ളാഹു തആല നൂറ് എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തെ അള്ളാഹു തആല പറയുന്നത് ജഅല ശംസ ളിയാഅൻ. ശംസിനെ ളിയാ ആക്കി മാറ്റി. സൂര്യപ്രകാശം ളിയാവും ചന്ദ്രപ്രകാശം നൂറുമാണ്. ചന്ദ്രപ്രകാശമാകുന്ന നൂറ് എന്ന പദമാണ് അള്ളാഹുവും റസൂലും ഖുർആനും മൂന്നും വിശേഷിപ്പിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണത്? സൂര്യപ്രകാശം പോലെ ഏവർക്കും ഉപകരിക്കാൻ പറ്റുന്ന രീതിയിൽ പരന്നു കിടക്കുന്ന പ്രകാശമല്ല അള്ളാഹുവും നബി തങ്ങളും ഖുർആനും അവരിലൂടെ കിട്ടിയതായ ഇൽമെന്ന നൂറും. പിന്നെയോ ചന്ദ്രപ്രകാശം പോലെ ചുറ്റും അന്ധകാരമുള്ള, ചുറ്റും ഇരുണ്ട് പരന്നു കിടക്കുന്ന ഇരുട്ടുള്ളതായ ആ ഒരു അന്തരീക്ഷത്തിൽ, ആ ഒരു അവസ്ഥയിൽ ചെറിയൊരു മിന്നലാട്ടമാണ്, ചെറിയൊരു തിളക്കമാണ് നൂറ്. സൂര്യപ്രകാശം പോലെയല്ലല്ലോ, എല്ലായിടത്തും പ്രഭ പരത്തുന്നതല്ല ചന്ദ്രപ്രകാശം. ഇരുട്ടിൻ്റെ ഇടയിലുള്ളതായ ഒരു വെളിച്ചമാണ് ചന്ദ്രൻ്റെ വെളിച്ചം. ഇതുപോലെയാണ് അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചുറ്റും ഇരുട്ടാണ്, അന്ധകാരമാണ്. അള്ളാഹുവിനെ ശരിക്ക് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇരുട്ടിലകപ്പെടും. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകളിലും ഈമാനിൽ തന്നെ പുറത്തു പോകും. ഒരുപാട് ആളുകൾ വിശ്വാസികളല്ലല്ലോ. അള്ളാഹുവിനെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. ഇരുട്ടിലാണ് ഇപ്പോഴും. അള്ളാഹു എന്ന ആ നൂറിലേക്ക് എത്തിയിട്ടില്ല. രാത്രിയിൽ ചന്ദ്രപ്രകാശം വരുമ്പോഴുണ്ടാകുന്നതായ ഈ ഇരുട്ട് പോലെ ഇരുട്ടിലാണ് പലരും. നൂറാകുന്ന ഖുർആനിലേക്കോ നബിയിലേക്കോ അള്ളാഹുവിലേക്കോ എത്തിയിട്ടില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ ഇൽമാകുന്ന നൂറും ഒരുപാട് അന്ധകാരങ്ങളും ഇരുട്ടുകളും പിഴവുകളും നിറഞ്ഞു നിൽക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ തെളിഞ്ഞു നിൽക്കുന്നതാണ് നൂറ്. ആ അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ് കരസ്ഥമാക്കാൻ ശരിയായ മാർഗം അവലംബിച്ചുകൊണ്ട് നമ്മൾ അതിന് ഇറങ്ങിയിട്ടില്ല എങ്കിൽ വഴിപിഴച്ചു പോവാൻ സാധ്യതയുണ്ട്, തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഈ അള്ളാഹുവിൻ്റെ നൂറാണ് ഇൽമ് എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. ഈ അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമിൽ ഏതെല്ലാം പെടും? ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അൽ ഇൽമു മാ കാന ഫീഹി ഖാല ഹദ്ദസന.
വമാ സിവാദാക വസ്വാസു ശയാതീനി. അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമെന്ന് പറഞ്ഞാൽ ഇൽമ് എന്ന് പറയാൻ പറ്റുന്നത് ഹദ്ദസന 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 എന്ന് പറഞ്ഞുകൊണ്ട് സനദ് സഹിതം നബി തങ്ങൾ വരെ മുട്ടിച്ച് പറയാൻ പറ്റുന്നതാണ് ഇൽമ്. വമാ സിവാദാക വസ്വാസു ശയാതീൻ, ബാക്കിയുള്ളതെല്ലാം ശൈത്വാന്റെ ദുർബോധനങ്ങളാണെന്ന് ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അതുപോലെ തന്നെ ഹാഫിളു ദഹബി പറയുന്നത് കാണാം, അൽ ഇൽമു ഖാല അല്ലാഹു ഖാല റസൂലു ഖാല സ്വഹാബത്തുഹും ഉലുൽ ഇർഫാനു. ഇൽമെന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹു ഖാല റസൂലു ഖാല സ്വഹാബ, അള്ളയും റസൂലും സ്വഹാബത്തും പറഞ്ഞതാണ് ഇൽമ്. അതാണ് ഇൽമ്. ആ ഇൽമ് നമ്മൾ പഠിച്ചിട്ടില്ല, ആ ഇൽമിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ആ ഇൽമെല്ലാം അള്ളാഹുവിൻ്റെ ഇൽമും നബി തങ്ങളിൽ നിന്ന് കിട്ടിയതായ ഹദീസുകളാവട്ടെ ഖുർആനാവട്ടെ ഏത് ഇൽമും എല്ലാം അറബി ഭാഷയിലാണല്ലോ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഈ അറബി ഭാഷ പഠിക്കാതെ അള്ളാഹുവിൻ്റെ ഇൽമ് കരസ്ഥമാക്കൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അക്കാദമിയിൽ തംഹീദിയ കാലയളവ് ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതും അറബി ഭാഷയ്ക്ക്. അതിനു വേണ്ടിയിട്ടാണ് സ്വറഫുൻ നഹ്വും നമ്മൾ പഠിക്കുന്നത്. ഈ ഭാഷ പഠിച്ചിട്ടില്ലെങ്കിൽ ഇൽമ് ലഭ്യമല്ല എന്ന് മാത്രമല്ല, ഖുർആൻ വായിക്കാൻ തന്നെ സാധ്യമല്ല. ഖുർആൻ തെറ്റിച്ച് വായിക്കേണ്ടി വരും. അങ്ങനെ തെറ്റായിട്ട് ഖുർആൻ വായിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോഴാണ് നഹ്വ് എന്ന വ്യാകരണ ശാസ്ത്രം രൂപപ്പെടുന്നത് തന്നെ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട 4-ാം ഖലീഫ അലിയാർ തങ്ങൾ ഒരിക്കൽ മദീനത്തെ പള്ളി കൂഫയിലിരിക്കുമ്പോൾ ഒരാൾ പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ്. സൂറത്ത് ബറാഅത്തിന്റെ തുടക്കത്തിൽ ആയത്ത് ബഹുമാനപ്പെട്ടവർ പാരായണം ചെയ്യുന്നത് ഇന്നല്ലാഹ ബരീഉം മിനൽ മുശ്രികീന വറസൂലിഹി എന്ന് പാരായണം ചെയ്യുകയാണ് തെറ്റായിട്ട്. അല്ലാഹു തആല ഇറക്കിയ ഖുർആനിലുള്ളതോ അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രികീന വറസൂലുഹു. റസൂലുഹു എന്ന് വായിക്കേണ്ടടുത്ത് ഹറക്കത്തില്ലാത്തത് കൊണ്ട്, എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് വറസൂലുഹു എന്നതിനെ വറസൂലിഹി എന്ന് വായിക്കുകയാണ് ആ നാട്ടിലുള്ള ഒരാൾ. പല നാടുകളിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആസ്ഥാനമാകുന്ന അലിയാരുടെ അടുക്കിലേക്ക് വന്നിട്ട് അവിടെ വന്ന് പാരായണം ചെയ്യുന്നത് യാദൃശികമായിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് കേൾക്കുകയാണ്. അർത്ഥം തന്നെ ആകെ മാറി. അല്ലാഹു തആല മുശ്രിക്കീങ്ങളെ തൊട്ടും റസൂലിനെ തൊട്ടും ഒഴിവാണ്, അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന അതിഗൗരവമായ അർത്ഥത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ തെറ്റായ വായന കൊണ്ടെത്തിച്ചു. അദാനും മിനല്ലാഹി എന്ന് പറയുന്നിട്ട് അല്ലാഹു തആല നൽകുന്ന അനൗൺസ്മെന്റ് ആണ്. ബരീഉം മിനൽ മുശ്രികീന അന്നല്ലാഹ ബരീഉൻ, നിശ്ചയം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒഴിവാണ്. മിനൽ മുശ്രികീന, മുശ്രികീങ്ങളെ തൊട്ട് അല്ലാഹു തആല ഒഴിവാണ്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും മുശ്രികീങ്ങളെ തൊട്ട് ഒഴിവാണ് എന്ന് പറയേണ്ട ആയത്ത് വറസൂലിഹി എന്ന് വായിച്ചപ്പോൾ ബിരുദധാരികൾക്കറിയാം വാവ് ആതിഫാണ്, വറസൂലുഹു എന്നത് മഅതൂഫാണ്. മഅതൂഫ് അലൈഹി അന്നല്ലാഹ എന്ന അല്ലാഹുവാണ്. അത് ഇദ്ദേഹം തിരുത്തിയിട്ട് വാവ് ആതിഫാക്കിയിട്ട് വറസൂലിഹി എന്ന് മജ്റൂറായിട്ട് വായിച്ചപ്പോൾ മിനൽ മുശ്രികീന എന്നോ അങ്ങോട്ടായി അതുഫ്. അപ്പൊ അള്ളാഹു മുശ്രിക്കീങ്ങളെ തൊട്ടും റസൂലിനെ തൊട്ടും ഒഴിവായിട്ടുണ്ട് എന്ന് തെറ്റായ ഒരു അർത്ഥം വരുന്ന തരത്തിൽ ഖുർആൻ ഓതുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരാകെ വിഷമിച്ചു. എന്താണ് ഇതിനൊരു പരിഹാരം? അറബികളല്ലാത്ത ആളുകളൊക്കെ വന്ന് ഇസ്ലാം സ്വീകരിച്ച് വരുമ്പോൾ അവർക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ഖുർആൻ തെറ്റായിട്ട് പാരായണം ചെയ്യപ്പെടുകയും പിൻതലമുറക്ക് ഖുർആനെ തെറ്റായ രീതിയിൽ കൈമാറപ്പെടുകയും ചെയ്യുമല്ലോ എന്ന ആശങ്കയിൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സകലകലാവല്ലഭനാവുന്ന അലി ഇബ്നു അബീ ത്വാലിബിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു കൂട്ടാളിയെ നിയമിച്ചു കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട അബു അസ്വദു ദുഅലി എന്ന താബികളിലെ പ്രസിദ്ധനായ മഹാൻ അലി ഇബ്നു അബീ ത്വാലിബ് വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾക്കൊരു വിഷമം? അലിയാർ കാരണം പറഞ്ഞു, ഖുർആൻ ഇങ്ങനെയൊക്കെ തെറ്റായിട്ട് ഓതുകയാണ് ജനങ്ങൾ, ഇതിനൊരു പരിഹാരം വേണമല്ലോ. എങ്ങനെയാണ് ഭാഷ പഠിക്കേണ്ടത്? ഭാഷയുടെ വ്യാകരണ ശാസ്ത്രം നമുക്ക് ക്രോഡീകരിക്കണം, അതിന് നീ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബു അസ്വദു ദുഅലി തങ്ങളെയും കൂടെ കൂട്ടിയിട്ട് അറബി ഭാഷയുടെ വ്യാകരണ ശാസ്ത്രം, ഗ്രാമർ അഥവാ നഹ്വ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ അറബി ഭാഷയിലെ മൊത്തം പദങ്ങൾക്ക് കെലിമത്ത് എന്ന് പറയാം. ആ കലിമത്തുകൾ ഇസ്മ്, ഫിയല്, ഹറഫ് ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഇസ്മ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ഹറഫ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ഫിയൽ എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഓരോ ബാബുകളൊക്കെ നിശ്ചയിച്ചിട്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ
അബുൽ അസ്വദ് ദുഅലി തങ്ങളോട് പറഞ്ഞു, ഉൻഹുഹു അലാ ഹാദൻ നഹ്വ്, ഈ രീതിയിൽ നീ അങ്ങനെ ക്രോഡീകരിച്ചോ. ഉൻഹുഹു അലാ ഹാദൻ നഹ്വ്, ഈ രീതിയിൽ നീ ക്രോഡീകരിച്ചോ എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞ ആ വാചകത്തിൽ നിന്ന് തന്നെയാണ് ആ ശാസ്ത്രത്തിന് നഹ്വ് എന്ന പേരും വരുന്നത്. അങ്ങനെ പിന്നീട് ബഹുമാനപ്പെട്ട അബുൽ അസ്വദ് ദുഅലി തങ്ങൾ അതിനെ ഓരോ ബാബുകളായി ചാപ്റ്ററുകളായി ക്രോഡീകരിച്ച് സാന്ദർഭികമായിട്ട് വികസിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് വികാസം വന്നിട്ടുണ്ട്. ഈ അബുൽ അസ്വദ് ദുഅലി തങ്ങൾ ഒരിക്കൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തൻ്റെ മോള് മാ അഹ്സന സമ എന്ന് പറയുന്നത് കേട്ടു. മാ അഹ്സന സമ, ആകാശത്തിനെ ഭംഗിയാക്കിയ വസ്തു എന്താ, ആകാശത്തിന് ഇത്ര ചന്തം നൽകിയത് ആരാണ്, എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഉപ്പ അബുൽ അസ്വദ് ദുഅലി പറഞ്ഞു, അൽ കവാക്കിബ്, ഇന്നാ സയ്യന്ന സമാ അദ്ദുനിയാ ബിസീനത്തിനിൽ കവാക്കിബ്. ആകാശങ്ങൾക്ക് നമ്മൾ സൗന്ദര്യം നൽകിയത് കൗക്കബുകളെ കൊണ്ടാണ്, നക്ഷത്രങ്ങളെ കൊണ്ടാണെന്ന് അല്ലാഹ് പറയുന്നുണ്ടല്ലോ. ആകാശങ്ങളുടെ സൗന്ദര്യം നക്ഷത്രങ്ങളെ കൊണ്ടാണെന്ന് ഉപ്പ മറുപടി പറയുമ്പോൾ മോള് പറയുന്നത്, ബാപ്പ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒരു ചോദ്യ രീതിയിലല്ല ഈ പറഞ്ഞത്. മാ അഹ്സന സമാ എന്നത് ചോദ്യമല്ല, ഞാൻ അത്ഭുതം കൂറിക്കൊണ്ട് പറഞ്ഞതാണ്. ആകാശം കണ്ടപ്പോൾ, അതിൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി, അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ബഹുമാനപ്പെട്ട അബുൽ അസ്വദ് ദുഅലി ഈ സംഭവത്തിൽ നിന്ന് തഅജ്ജുബിന് വേറെ ബാബു വേണം, ഇസ്തിഫാമിന് വേറെ ബാബു വേണം. മോളോട് പറയുകയാണ്, മോളെ അത്ഭുതപ്പെടുകാനാണെങ്കിൽ നീ പറയേണ്ടത് മാ അഹ്സന അസമ എന്ന് തന്നെയാണ് വാചകങ്ങൾ, കെലിമത്തുകൾ മൂന്നും മാ അഹ്സന സമ എന്ന് തന്നെയാണ് ഇസ്തിഫാമാകുമ്പോഴും തഅജ്ജുബാകുമ്പോഴും വരിക. ശൈലി മാറ്റണം, ഒരാശ്ചര്യം തോന്നുന്ന തരത്തിൽ നീ പറയണം. മാ അഹ്സന സമ, ഒന്ന് വായൊക്കെ നിറച്ച് എന്താണ് ആകാശത്തിൻ്റെ ഭംഗി എന്നൊരു അത്ഭുതം വരുന്ന, അത്ഭുതപ്പെടുത്തുന്ന വാചകമായി തോന്നത്തക്ക രീതിയിൽ വേണം നീ ഉച്ചരിക്കാൻ എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഒരേ രീതിയിൽ വരുന്ന, വായിക്കുമ്പോൾ എല്ലാം മാ അഹ്സന സമാ, എഴുത്ത് കണ്ടത് തഅജ്ജുബാണോ ഇസ്തിഫാമാണോ എന്നറിയില്ല. അത് രണ്ട് രീതിയിൽ വായിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. അതിൽ നിന്ന് പ്രചോദനം, ആ സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് രണ്ട് ബാബായിട്ട് നിശ്ചയിക്കുന്നത്. ഇങ്ങനെ നഹ്വിനെ വികസിപ്പിച്ച് ബഹുമാനപ്പെട്ടവരുടെ കാലശേഷവും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ ഫന്നിനെ, നഹ്വ് എന്ന ഫന്നിനെ, അതോടൊപ്പം തന്നെ പദവ്യത്യാസങ്ങൾക്ക് വേണ്ടിയിട്ട്, അർത്ഥവ്യത്യാസങ്ങൾക്ക് വേണ്ടിയിട്ട് പദവ്യത്യാസം വരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൊറഫ് എന്ന ഒരു ശാസ്ത്രം അതും രൂപീകരിച്ചു. ഇങ്ങനെ ഒരുപാട് വികാസം നേടിയ സമ്പൂർണ്ണ വിജ്ഞാന ശാഖകളായി നഹ്വും സൊറഫും മാറി. ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സൊറഫും നഹ്വും മാത്രം മതിയോ? പോരാ. ഭാഷ പഠിക്കാൻ വെറും നഹ്വ് സൊറഫ് എന്ന രണ്ട് ശാസ്ത്രങ്ങൾ മാത്രം പോരാ. ലുഗത്ത്, ഇഷ്തിഖാഖ്, മന്തിക്ക്, മഅനി, ബയാന്, ബദീഅ്, ഇങ്ങനെ ഒരുപാട് ശാസ്ത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാലേ ഭാഷ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിൽ എൻ്റെ തൗഫീഖിയകളെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് നഹ്വ് സൊറഫിലെ ഏതാനും കാര്യങ്ങൾ മാത്രം. പഠിച്ചത് നിങ്ങൾ വൃത്തിക്ക് പഠിച്ചു, വളരെ വൃത്തിയായിട്ട് പഠിച്ചു, ഭംഗിയായിട്ട് പഠിച്ചു. അതിൻ്റെ സാക്ഷ്യപത്രമാണ് ഇത്. ഇനി ആയുധങ്ങൾ, ഭാഷയിൽ പ്രവേശിക്കാൻ ആവശ്യമായ ആയുധങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നഹ്വും സൊറഫും വ്യാകരണശാസ്ത്രവും ഗ്രാമറും അല്പമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നതിൻ്റെ ഒരു രേഖയാണ് ഈ സർട്ടിഫിക്കറ്റ്. ആലിമുകളായി എന്നതിൻ്റെതല്ല. ഈ ആയുധങ്ങൾ വെച്ച് നിങ്ങൾ ആ ആയുധങ്ങൾ ഒന്നുകൂടെ മൂർച്ച കൂട്ടി വികസിപ്പിച്ചെടുത്ത് അധ്വാനിക്കാൻ ഈ ആയുധങ്ങളും കൊണ്ട് നിങ്ങൾ ഇറങ്ങണം. കിതാബുകളിലേക്ക് ഇറങ്ങണം, ഇൽമ് പഠിക്കാൻ നിങ്ങൾ ഇറങ്ങണം. ഇനിയാണ് ഇൽമിൻ്റെ പഠനം തുടങ്ങുന്നത്. ഇതുവരെ ഇൽമ് പഠിക്കാൻ ആവശ്യമായ ആയുധങ്ങളെ ശേഖരിക്കുകയായിരുന്നു. ആ ഇൽമ് പഠിക്കുമ്പോൾ, ഇൽമെന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് പകർന്നു കിട്ടിയതും അള്ളയും റസൂലും പറഞ്ഞതാണെന്ന് പറഞ്ഞല്ലോ. അഥവാ പ്രധാനമായിട്ടും തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ്, ഇതാണ് ഇൽമ്. ആ ഇൽമ് നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഇബാറത്തുകളെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് അതിൽ നിന്നും ആശയങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നതിന് ചെറിയൊരു ബോധം നൽകാനാണ് ഫിഖ്ഹിൽ നമ്മൾ ഫത്ഹുൽ മുഈനും ബുശ്റൽ കരീമും സിലബസിൽ ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ തഫ്സീറിനെ എങ്ങനെ സമീപിക്കണം, അള്ളാഹുവിൻ്റെ ആയത്തുകളുടെ വ്യാഖ്യാനങ്ങളാകുന്ന തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കാനാണ്, അതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ നൽകാനാണ് തഫ്സീറുൽ ജലാലൈനി നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഇബ്രാഹിം ഉസ്താദിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട
വസാലി ഇമാമിൻ്റെ ഇഹ്യാ ഉലൂമിൻ്റെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയത് നിങ്ങൾ അതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെ ഇതിനെ സമീപിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു അവബോധത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് താൽക്കാലികമായിട്ട് ഇൽമിൻ്റെ അഥവാ തഫ്സീർ, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ശരീഫ് പുസ്തകങ്ങളിൽ നമ്മൾ കുറച്ച് ഓതിയിട്ടുണ്ട്. അതുപോലെ വിശ്വാസശാസ്ത്രങ്ങളും ഫൈനൽ വർഷത്തിൽ നമ്മൾ ഓതിയിട്ടുണ്ട്. അതിനെയെല്ലാം എങ്ങനെ സമീപിക്കണം എന്നതിനുള്ള ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണത്. ആ ഐഡിയ നിങ്ങൾ കിട്ടിയിട്ട് അത് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ വികസിപ്പിച്ചെടുക്കണം. ഇൽമ് കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കണം. ഇൽമ് പഠിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്, പഠിച്ചതിനുള്ള സർട്ടിഫിക്കറ്റ് അല്ല. ഞാൻ വീണ്ടും പറയുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നൽകിയതായ ഈ ഇൽമ് സ്വഹാബത്ത്, താബികൾ മുഖേന നമ്മുടെ ഗുരുപരമ്പരകളിലൂടെ നമ്മിലേക്ക് അല്ലാഹു തആല ഓശാരമായി നൽകിയതാണ് ഈ ഇൽമ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമ്മിലേക്ക് കൈമാറി നൽകിയതായ ഈ ഇൽമ് നമ്മുടെ ഗുരുമഹത്തുക്കൾ അവരുടെ ഗുരുമഹത്തുക്കളിൽ നിന്നും പകർന്നെടുത്തതും കത്തിച്ചെടുത്തതുമാണ്. അങ്ങനെ ആ സിൽസില പോവുകയാണെങ്കിൽ, ആ പരമ്പര പോവുകയാണെങ്കിൽ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അത് കടന്നെത്തും. നബി തങ്ങൾ അല്ലാഹു തആല അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളതും പടച്ചിട്ടുള്ളതും സംവിധാനിച്ചിട്ടുള്ളതുമെന്ന് അല്ലാഹു തന്നെ പറയുന്നുണ്ടല്ലോ. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ വദാഇയൻ ഇലല്ലാഹി വസിറാജൻ മുനീറ. നബിയെ, അങ്ങ് സിറാജും മുനീറാണ്, നല്ല ശോഭയുള്ള നൂറുള്ള ഒരു വിളക്കാണ്. നബി തങ്ങൾ ഒരു വിളക്കിനോട് ഉപമിക്കുകയാണ്. എന്താണ് വിളക്കിൻ്റെ പ്രത്യേകത? ഒരു വിളക്ക് ഇവിടെ കത്തിച്ചു വെച്ചാൽ നിങ്ങൾ എത്ര ആള് വേറെ വിളക്കുകളോ മെഴുകുതിരികളോ മറ്റു തിരികളോ കൊണ്ടുവന്നിട്ട് ഈ വിളക്കിൽ നിന്നും വെളിച്ചം പകർന്നെടുത്താലും ഈ വെളിച്ചം അതുപോലെ തന്നെ നിൽക്കും. ആർക്കും അതിമന്ന് കത്തിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനത്തെ ഒരു മഹാവിളക്കാണ് നബിയെ അങ്ങ് എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധമായ ഖുർആൻ വിശേഷിപ്പിക്കുന്നു. ആ വിളക്കിൽ നിന്നും സ്വഹാബത്ത് പകർത്തിയെടുത്തു, താബിയകൾ അങ്ങനെ നമ്മുടെ ഗുരുപരമ്പരകളിലൂടെ കൈമാറി വന്നു. മഹത്തായ ഗുരുപരമ്പരകളിലൂടെ കിട്ടിയതാണ് ആ വിശുദ്ധമായ ഇൽമ്. ആ ഇൽമ് അതേ രീതിയിൽ തന്നെ നമ്മൾ പഠിക്കുമ്പോഴേ യഥാർത്ഥ ഇൽമാവുകയുള്ളൂ. അല്ലെങ്കിൽ ചന്ദ്രൻ്റെ അരണ്ട വെളിച്ചത്തിൽ രാത്രിയിലൂടെ നടക്കുമ്പോൾ ഏതെങ്കിലും കെണിയിൽ പോയി അകപ്പെടുന്നത് പോലെ പഴച്ചു പോവാൻ സാധ്യതയുണ്ട്. ഇത് നൂറാണ്. അതുകൊണ്ട് എൻ്റെ തൗഫീഖിയകളെ നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയതായി ഈ തൗഫീഖ് ഇത് കൂടുതൽ മെച്ചപ്പെടാനും അത് ഭാവിയിലും ആഖിറത്തിലും ഉപകരിക്കാനും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഹ്രസ്വമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം ദീർഘിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾ ഇൽമു പഠിക്കാനിരിക്കുമ്പോൾ നിയ്യത്ത് നന്നാക്കണം. ദീർഘിപ്പിക്കുന്നില്ല, അക്കമിട്ടങ്ങനെ പറഞ്ഞു പോവുകയാണ്, വിശദീകരിക്കുകയല്ല. ഒന്ന് നിയ്യത്ത്. രണ്ടാമത് നിങ്ങൾ പഠിച്ചതായ ഏതെല്ലാം ഫന്നുകളുണ്ടോ ശാസ്ത്രങ്ങളുണ്ടോ അത് നിങ്ങൾ വികസിപ്പിക്കണം. സർട്ടിഫിക്കറ്റ് വീട്ടിൽ കൊണ്ടുപോയി തൂക്കി വച്ചിട്ട് ഈ മേഖലയോട് മുഖം തിരിക്കരുത്. നിങ്ങൾക്ക് ലഭിച്ച തൗഫീഖ് ഭാവിയിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഉപകാരപ്പെടണോ, നിങ്ങളത് വികസിപ്പിക്കണം. പഠിച്ചത് അനുസരിച്ച് പ്രവർത്തിക്കണം. ബുശ്റൽ കരീമിലും ഫത്ഹുൽ മുഈനിലും എല്ലാം ഒരുപാട് മസ്അലകൾ പഠിച്ചു. അത് നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കണം. നാലാമതായിട്ട് നല്ല അദബ് വേണം. ഇൽമുമായി ബന്ധപ്പെട്ട എല്ലാത്തിനോടും അദബ്. കിതാബുകളോട് അദബ് വേണം. ഇൽമു പഠിപ്പിച്ച ഉസ്താദുമാരോട് അദബ് വേണം. വയസ്സയിൽ ഉസ്താദുമാരെ മാത്രമല്ല പറയുന്നത്, മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദാകളാവട്ടെ മറ്റു ഉസ്താദുമാരാവട്ടെ എല്ലാവരോടും നല്ല അദബ് പാലിക്കണം. അദബില്ല എങ്കിൽ സംഘടനാപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നമ്മുടെ ഉസ്താദുമാരെന്നെ ഒരേ സംഘടനക്കാരല്ല, എല്ലാവരും സുന്നികൾ. KL 65 P 4317 ഈ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണം. ഗ്ലൻസ അല്ലേ, വഴിയിലായതുകൊണ്ട് തടസ്സം ഉണ്ടാവും, അതൊന്ന് മാറ്റി കൊടുക്കുക. നമ്മുടെ ഉസ്താദുമാർ തന്നെ എല്ലാം ഒരേ സംഘടനക്കാരല്ല. സംഘടനാ വ്യത്യാസങ്ങളൊന്നും ഇൽമിനിക്ക് തടസ്സമാവരുത്. അതിൻ്റെ പേരിൽ ബഹുമാനത്തിന് കുറവുണ്ടാവാനും പാടില്ല. അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. അതോടൊപ്പം നിലപാടുകളിലും മറ്റൊക്കെ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ കേരളത്തിൻ്റെ മഹിമകളൊക്കെ പറയുമ്പോഴും ദീനീ വൈജ്ഞാനിക രംഗത്തുള്ള കേരളത്തിൻ്റെ നേട്ടങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച ഇൽമുകൾ ഉപകാരപ്പെടാനും വീണ്ടും അത് വികസിപ്പിച്ച് അള്ളാഹുവിൻ്റെ നൂറ് അവൻ ഔദാര്യമായി നമുക്ക് നൽകാനും നാലാമതായി വേണ്ടത് അദബ്. നിലപാടുകൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. എല്ലാവരും ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ, വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടാവും. ബുദ്ധിമാന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ് നമുക്ക് വേണം. എൻ്റെ നിലപാടുകാരനല്ല എൻ്റെ ഉസ്താദ്,
അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച മദ്രസ ഉസ്താദ് വേറെ സംഘടനക്കാരനാണ്, ഇതിൻ്റെ പേരിൽ ബഹുമാനത്തിന് തട്ടാൻ പാടില്ല, ബഹുമാനിക്കാതിരിക്കാൻ പാടില്ല. ഉസ്താദുമാരെ ബഹുമാനിച്ചില്ലേ, ആ ഉസ്താദിൽ നിന്ന് പഠിച്ചതൊക്കെ മറക്കും. ഉസ്താദുമാരോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഉസ്താദിൽ നിന്ന് പഠിച്ചതെല്ലാം മറക്കുകയും നമ്മുടെ ജീവിത വിഭവങ്ങൾ മുട്ടിപ്പോവുകയും അതിനെല്ലാം ഉപരിയായിട്ട് അതിനേക്കാളെല്ലാം ഗൗരവപ്പെട്ട് സൂഉൽ ഖാത്തിമ, ആക്കിബത്ത് മോശമായി ഈമാൻ കിട്ടാതെ മരിക്കേണ്ടി വരും. അല്ലാഹു തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രത്യേകം എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉണർത്താനുള്ളത്, ഇൽമിൻ്റെ ആളുകളോടുള്ള ബഹുമാനം അതാരായാലും അത് പ്രത്യേകം കാത്തു സൂക്ഷിക്കുക. വർത്തമാന കാലഘട്ടത്തിൽ അതൊരു രണ്ടാം നമ്പറായി കാണുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ കാണുന്നത് കൊണ്ടാണ് പ്രത്യേകം അത് ഞാൻ ഊന്നിപ്പറയുന്നത്. അദബ് നമ്മൾ കൈവിടരുത്. ഏത് സംഘടനക്കാരനായാലും നമ്മുടെ അയിമ്മത്തിൻ്റെ രീതി അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ, ഫതുഹുൽ മുഈൻ്റെ മുസന്നിഫ് ശൈഖുന എന്ന് വിശേഷിപ്പിക്കുന്ന ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ, ബഹുമാനപ്പെട്ടവർ ശാഫിഈ മദ്ഹബിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് മറ്റ് മദ്ഹബുകളെല്ലാം ശക്തമായി നല്ല രീതിയിൽ ഗണ്ണിക്കുന്ന മഹാനാണല്ലോ. ഹനഫി മദ്ഹബിനൊക്കെ ധാരാളം ഗണ്ണിച്ചിട്ടുണ്ട്. പക്ഷേ ഹനഫി മദ്ഹബിൻ്റെ ഇമാമാകുന്ന അബൂ ഹനീഫ തങ്ങളെക്കുറിച്ച് ഇബ്നു ഹജർ തങ്ങളുടെ കാലഘട്ടത്തിലെ വസാലി എന്ന് പേരുള്ള ഒരാൾ എന്തൊക്കെയോ ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ, വസാലി ഇമാമല്ല, ഒരു വസാലി എന്ന് പേരുള്ള ഒരാൾ അബൂ ഹനീഫ തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഇറങ്ങുകയാണ്, നല്ലൊരു തൂലിക രചിക്കുകയാണ്. അൽ ഖൈറാത്തുൽ ഹിസാൻ ഫി മനാഖിബി അബി ഹനീഫത്ത് നുഅ്മാൻ എന്നൊരു ഗ്രന്ഥം തന്നെ അബൂ ഹനീഫ തങ്ങളുടെ മഹത്വം പറയാൻ വേണ്ടിയിട്ട് ഇബ്നു ഹജർ തങ്ങൾ രചിക്കുകയാണ്. വേറെ മദ്ഹബുകാരനാണ്. ഇങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു വിശാല മനസ്സ് നമുക്ക് വേണം. അടുത്തത് 5, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ആരെങ്കിലും നീ തൗഫീഖി ആയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ തൗഫീഖി ആണല്ലോ മോളെ, നീ ഇതിൻ്റെ മസല എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പില്ലേ, എനിക്കറിയില്ല എന്ന് പറയാൻ ഒരു മടിയും കാണിക്കരുത്. ബഹുമാനപ്പെട്ട ഇഹ്യാ ഉലൂമുദ്ദീൻ വസാലി തങ്ങൾ പറയുന്നുണ്ട്, ലാ അദ്രി നിസ്ഫുൽ ഇൽം, ഇൽമിൻ്റെ പകുതി ഭാഗം തന്നെ ലാ അദ്രി എന്ന് പറയല, അറിയില്ല എന്ന് പറയല, പകുതി ഭാഗം. അവനക്ക് പകുതി ഇൽമ കിട്ടിയെന്നാ. ഫുഖഹാക്കളുടെ കൂട്ടത്തിൽ അതിരി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ലാ അതിരി, എനിക്കറിയില്ല, അറിയുമെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്കറിയില്ല എന്ന് പറയുന്ന ധാരാളം മഹാന്മാരുണ്ടായിരുന്നു. ആലിമെന്ന് നിരുപാധികം പറയാൻ പറ്റുന്ന മുജ്തഹിദുകളാവുന്ന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ തുടങ്ങിയതായ മഹത്തുക്കളായ ഇമാംമാർ അറിയുമെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അറിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പേടിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഹുക്കുമ് പറയുമ്പോൾ തെറ്റിപ്പോവുമോ എന്ന ഭയം കൊണ്ട് നമ്മൾ വളരെ രാഘവത്തോടു കൂടെ മസ്അല എങ്ങനെയാണ് അതിങ്ങനെയാണ് എന്നൊന്നും പറയരുത്. ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറയുക. അടുത്തത് 6-മത്തത് അശ്അരി മാതുരിദി സരണി വിശ്വാസശാസ്ത്രം. ഇന്നത്തെ അന്തരീക്ഷം വളരെ കലുഷിതമാണ്. വഹാബിസവും മൗദൂദിസവും ലിബറലിസവും തബ്ലീഗിസവും ഇങ്ങനെ യഥാർത്ഥ വിശ്വാസത്തെ കാർന്ന് തിന്നുന്ന ഒരുപാട് വിഷം, ഒരുപാട് വൈറസുകൾ നമുക്കിടയിലുണ്ട്. എൻ്റെ തൗഫീഖികളെ ഒരിക്കലും നമ്മൾ പഠിച്ചതായ അശ്അരി മാതുരിദി സരണി രണ്ടിനെയും കൂടെ ചേർത്തിയിട്ട് അശ്അരി ത്വരീഖത്ത് എന്ന് പറയാം. ഈ അശ്അരി ത്വരീഖത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ പിന്മാറരുത്. അശ്അരി ത്വരീഖത്തിനെ കുറ്റപ്പെടുത്തിയിട്ട് ആക്ഷേപിച്ചുകൊണ്ട് ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ മുസ്ലിം ഉമ്മത്തിലെ അശ്അരി ഇമാമിൻ്റെയും മാതുരിദി ഇമാമിൻ്റെയും ശേഷം വന്ന എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ അയിമ്മത്തും മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും താരീഖിൻ്റെ ആളുകളും എല്ലാ പണ്ഡിതന്മാരും വിശ്വസിച്ച് പോന്നതായ ആ സരണിയെ കുറ്റപ്പെടുത്താൻ, തൗഫീക്ക് ലഭിക്കാത്തതായ, ഇൽമു കൊണ്ട് തൗഫീക്ക് നൽകാത്തതായ ഇബ്നു തൈമിയ രംഗപ്രവേശനം ചെയ്തപ്പോൾ ആ ഇബ്നു തൈമിയയുടെ കുറച്ച് ചിന്താഗതിക്കാർ അശ്അരി സരണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ തൗഫീഖികളെ അശ്അരി സരണിയിൽ തന്നെ ഉറച്ചു നിൽക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് ഇബ്നു തൈമിയയെ കുറിച്ച്, മൻ ഉദിമ തൗഫീഖ് നഷ്ടപ്പെട്ട ആള്, ഇൽമുണ്ടായിട്ടും തൗഫീഖ് നഷ്ടപ്പെട്ടു. തൗഫീഖുകൾക്ക് ഇൽമുണ്ടായി കഴിഞ്ഞാൽ തൗഫീഖ് നഷ്ടപ്പെടരുത്. ഇബ്നു തൈമിയയെ പോലെ ഇൽമുണ്ടായിട്ട് തൗഫീഖ് നഷ്ടപ്പെട്ട ആളുകളാവരുത് നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് റജുലുൻ അദല്ലഹുല്ലാഹു അബ്ദുൻ അദല്ലഹുല്ലാഹു വഖദലഹു എന്ന് ഇബ്നു തൈമിയയെ ഇബ്നു ജമാഅ വിശദീകരിക്കുന്നത് പറയുന്നതെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അശ്അരി സരണിയിൽ ഉറച്ചു നിൽക്കണം. അതുപോലെ തന്നെ 4 മദ്ഹബ്, കർമ്മപരമായ 4 മദ്ഹബിൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എങ്കിലേ നിങ്ങൾക്ക് കിട്ടിയതായ ഇൽമ്, അല്ലെങ്കിൽ നിങ്ങൾ ഇൽമ് പഠിക്കാൻ ഒരുങ്ങുമ്പോൾ
അത് അള്ളാഹുവിൻ്റെ നൂറാകുന്ന യഥാർത്ഥ ഇൽമായിട്ട് മാറുകയുള്ളൂ. ഈ വിഷയങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയതായ സർട്ടിഫിക്കറ്റിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നത്. വനുവസ്സിഹി വ ഇയ്യാനാ ബിത്തഖ്വല്ലാഹി തആല വത്തിബാഇ സുന്നത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖ്വ നിങ്ങൾ മുറുകെ പിടിക്കണം. അതുപോലെ തന്നെ നബി തങ്ങളുടെ സുന്നത്തുകൾ പിൻപറ്റണം. അതും പ്രധാനപ്പെട്ടതാണല്ലോ. അത് തന്നെയാണ് തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കുക. അടുത്തതായിട്ട് പറയാനുള്ളത് അതാണ്, തെറ്റുകുറ്റങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇൽമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നൂറ. ഫൈനൽ ഇൽമ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. അള്ളാഹുവിൻ്റെ നൂറാവുന്ന ഇൽമ് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കില്ല. ഇൽമു ലഭിക്കണോ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു നിൽക്കണം. ഇതാണ് സർട്ടിഫിക്കറ്റ് നൽകുന്ന വസിയത്ത്. ബി തഖ്വല്ലാ, തഖ്വ കൊണ്ട് തൗഫീഖിയകളെ നിങ്ങളോട് ഞങ്ങൾ വസിയത്ത് ചെയ്യുകയാണ്. വത്തിബാഇ സുന്നത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം എന്നും വസിയത്ത് ചെയ്യുന്നു. അതുപോലെ വലിൽ ഇൽതിസാമി ബി അഖീദത്തി സലഫി സ്വാലിഹീൻ അൽ മുസമ്മാതി ബിൽ അഖീദത്തിൽ അശ്അരിയ, അശ്അരി സരണി എന്ന പേരിൽ പ്രസിദ്ധമായ ആ മഹത്തായ യഥാർത്ഥ വഴിയെ നിങ്ങൾ മുറുകെ പിടിക്കണം. അതിൽ നിന്ന് ഒരു അളവ് പോലും നിങ്ങൾ വ്യതിചലിക്കാൻ പാടില്ല. അതുപോലെ വലിഖ്തിദാഇ ബി അയിമ്മത്തിൽ ഉമ്മത്തി റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ, അയിമ്മത്തുൽ ഉമ്മയാകുന്ന 4 മദ്ഹബിന്റെ ഇമാമുമാര്, അവരെ പിൻപറ്റി ജീവിക്കുന്ന മറ്റ് അയിമ്മത്ത്, ആ അയിമ്മത്തിന്റെ പാതയിൽ കൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നും ഞങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് അശ്അരി സരണിയും കർമ്മശാസ്ത്രത്തിലെ 4 മദ്ഹബും ഒരിക്കലും ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇബ്നു തൈമിയയെക്കുറിച്ച് ഇബ്നു ജമാഅത്ത് തങ്ങൾ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതുപോലെ ഇൽമുണ്ടായിട്ടും മൻ ഉദിമ തൗഫീഖ് നഷ്ടപ്പെട്ട ആളായിട്ട് മാറും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നബി തങ്ങൾ എന്ന ആ മഹാവിളക്കിൽ നിന്നും പരമ്പരാഗതമായി കൊളുത്തിയെടുത്ത ആ ഇൽമ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ആധുനിക രീതിയിലാണ് എത്തിയതെന്ന് മാത്രം. ആ രീതിയും ഏറ്റവും സുരക്ഷിതമായ രീതി ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കലാണെങ്കിലും അതിന് അവസരമില്ലാത്ത ആളുകൾക്കാണല്ലോ ആധുനിക രീതിയിൽ നമ്മളിങ്ങനെ സംവിധാനം ഒരുക്കിയത്. ഈ സംവിധാനത്തിലൂടെ നിങ്ങൾ പകർത്തിയെടുത്തതായ ആ തിരിവെളിച്ചം കെടാതെ അണയാതെ അതിന് വേണ്ട ഊർജവും ഇന്ധനവും നൽകി പരിപോഷിപ്പിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ.